കർത്താവ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആമേ സ്തോത്രം. ഇന്നും ആമേ സ്തോത്ര ദൈവത്തിൻ്റെ ആലോചന തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് തന്നെയാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദാസൻ പറഞ്ഞതുപോലെ ആമേൻ നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ആമേൻ പലപ്പോഴും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവർ പോലും പുറത്ത് ചിരിച്ചു കാണിച്ചാലും അകമേ വിദ്വേഷം കൊണ്ട് നടക്കുമ്പോഴും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ തോന്നുമ്പോഴും മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ആമേ സ്തോത്രം. സകലത്തിൻ്റെയും ഉടയവനായ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഗോപുരമായി സങ്കേതമായി നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ബലം അവൻ്റെ കയ്യിൽ. ആമേ സ്തോത്രം. അവനുള്ളതാ ബലം. പ്രൈസ്. അവൻ ഒരിക്കലേ അരുളി ചെയ്തുള്ളൂ. ദാവീദ് 2 പ്രാവശ്യം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ഉറപ്പ് ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നിരാകരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അവന്റെ ഹൃദയത്തിൽ അത് ധ്വനിക്കുവാനിടയായി. അത്രമാത്രം പ്രതിസന്ധിയിലാണ് അവൻ കടന്നുപോയത്. ആ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി കേൾക്കുവാൻ, അവനെ തന്നെ കാത്തിരിക്കുവാൻ, മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം കർത്താവ് ദാവീദിനെ ഇടയാക്കിയെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഭയപ്പെടാതെ. അതിന്റെ ആദ്യത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു. പ്രൈസ് എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ആമേൻ സ്തോത്രം. എന്റെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം രക്ഷ അവനിൽ നിന്ന് വരുന്നു. അവൻ രക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. ദൈവങ്ങളെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ, നമ്മളായിരിക്കുന്ന സ്തോത്രം പ്രതിസന്ധിയിൽ നമ്മളെ വിടുവിപ്പാൻ, ആർക്കും അത് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയാണ്. ഒരുപക്ഷെ സ്വല്പസമയം പേഷ്യൻസോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, വെറുവെറുപ്പോടെയല്ല, ഭാരത്തോടെയല്ല, ഭയത്തോടെയല്ല, ആമേ ഒരു ഉറപ്പ് പ്രാപിച്ചവരായി ആമേ സ്തോത്രം ദൈവം എന്റെ ബലമാണ്, ബലം അവനുള്ളതാണ്. ആമേ സ്തോത്രം. ആ ബലവാനായ കർത്താവ് എനിക്ക് സങ്കേതമായി, കോട്ടയായി ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആമേ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ദൈവം അരുളി ചെയ്യുന്ന വാക്കുകൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അത് രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 പ്രാവശ്യം ഒന്ന് മുഴങ്ങി കേൾക്കട്ടെ, അത് പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്റെ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുന്ന ഒരു കാലം വരികയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെട്ട് പിന്മാറുവാനല്ല, ആമേൻ പേഷ്യൻസോടുകൂടെ വെയിറ്റ് ചെയ്യുവാൻ, ആ കർത്താവിന്റെ ബലം, ആ കർത്താവിന്റെ വാഗ്ദത്തം നമ്മളിൽ നിറവേറേണ്ടതിനായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധന ആമേൻ സ്തോത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്പസമയം വചനം ധ്യാനിച്ചതിന് ശേഷം പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതിന് ശേഷം തിരുവത്താഴ ശുശ്രൂഷയുണ്ടല്ലോ. ആമേൻ നമുക്ക് ചേർന്ന് ആമേൻ ദൈവത്തിന്റെ ആലോചനയ്ക്കായി അല്പസമയം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയിൽ നമ്മുടെ ആമേൻ സ്വന്തം വാക്യത്തിലൂടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മുടെ പ്രത്യാശ അവങ്കിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. എന്റെ ഉള്ളമേ ആമേൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. ആമേൻ സ്തോത്രം. സൈലന്റ് ആയി if you wait the presence of the Lord. Amen. Hallelujah. His blessings, His power will come to us. His promise will come and fulfill in us. Amen. ആ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. For yet a little while and he that shall come will come and will not tarry. താമസിക്കുകയില്ല. ഒരു വലിയ വാഗ്ദത്തമാണ് ഈ വാഗ്ദത്തം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു പ്രാവശ്യം കേട്ടെങ്കിൽ അത് 2 പ്രാവശ്യം മുഴക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ സ്തോത്രം പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. എബ്രായ ലേഖനം വളരെ ആമേൻ ശക്തമായ ഒരു എബ്രായ പുസ്തകമാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആമേൻ സ്തോത്രം. എബ്രായ ലേഖനം ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 43-ാം സംഗീതത്തിൽ 5-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 43 verse 5.
വിശ്വാസിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആദ്യത്തെ ഭാഗം, എന്റെ ആത്മാവെ നീ ഉച്ചാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഞരക്കവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഭൗതികമായ ചിന്തകളായിരിക്കാം നമ്മളെ അലട്ടുന്നതെന്നാൽ അവൻ എബ്രായ ലേഖന കർത്താവ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്ന പുസ്തകമാണെങ്കിൽ പോലും ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഈ എഴുതിയ ലെറ്റർ എഴുതുമ്പോൾ ആരാ എഴുതിയെന്നും അവൻ ആർക്ക് വേണ്ടി എഴുതിയെന്നൊക്കെ ഒത്തിരി ആർഗ്യുമെന്റ് നിൽക്കുമ്പോൾ ഇത് ആർക്കാണോ എഴുതിയത്, എഴുത്തുകാരനൊന്നറിയാം. ഈ ആർക്കാണ് ഈ ലേഖനം എഴുതിയത്? അത് ലഭിച്ചവർ അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിപ്പാൻ പ്രയാസപ്പെട്ടിട്ട് ഭാരപ്പെടുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ എഴുത്തുകാരൻ ഈ ലെറ്റർ എഴുതുന്നത്. Those who received this letter found it difficult to move forward in faith. Amen. Hallelujah. Praise the Lord. സ്തോത്രം. അവരുടെ വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. Praise the Lord. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, പ്രയാസപ്പെടുന്നത് കൊണ്ട് വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയാത്ത നിലയിൽ ആയിരുന്നപ്പോൾ അവർ വിട്ടിട്ട് എവിടുന്നാണോ വന്നത് അവിടേക്ക് തിരിഞ്ഞു പോകാൻ തക്കവണ്ണം ആയാസപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിനെയാണ് സ്തോത്രം ഈ എഴുത്തുകാരൻ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഈ ലേഖനം ലഭിച്ചവരെല്ലാം വിശ്വാസം സംബന്ധിച്ച് സ്തോത്രം ത്യാഗം അനുഭവിച്ചവരും വിശ്വാസത്തിൽ നിന്ന് തിരികെ പോയെന്നുമല്ല അർത്ഥം, മറിച്ച് ഇതിൽ കൂടിയ പങ്ക് ആളുകളും വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. Hebrew chapter 5 verse 12 we can see the background of this Hebrew Christian. Hebrew Christian means the Jewish Christians. Hallelujah. Those who came from Jewish community, accepted Jesus Christ as the Savior, and they are at present they are not comforted in the present situation, so they wanted to away from that faith because of some kind of struggles came in their life, and they wanted to go back from where they came. 5-ാം അധ്യായം 12 പറയുന്നത് they are not an ordinary people. They saved a long ago. They have a tradition. അവർക്കൊരു പാരമ്പര്യമുണ്ട്. അവർ ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ ചില നാളുകളായിട്ട് വന്നവരല്ല, കുറച്ച് നാളുകളായി കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവരാ. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ദൈവമക്കളെ. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അത് എത്ര നാൾ കഴിഞ്ഞാലും പാരമ്പര്യമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. നിന്നെടുത്ത് നിന്നാ മതിയായിരുന്നല്ലോ, അങ്ങോട്ടങ്ങ് പോയാ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ചില കാലങ്ങൾ ഉണ്ടാകും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആയിരുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ അറിഞ്ഞ നാളുകളിൽ സ്തോത്രം വിശ്വാസത്തിൽ വളരുവാൻ ആത്മീയത്തിൽ സമ്പന്നത പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ ഈ ചിന്ത നമ്മളെയും ഭരിക്കും. If you are not, hallelujah, praise the progress and prosper in spirituality and spiritual life, we will also have the temptation to go back and away from where we came. Praise the Lord. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് വരുമ്പോൾ ഇത് കേട്ടതാ. കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ തള്ളിക്കളയുമ്പോൾ, പ്രയാസങ്ങളേറി വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഉള്ളതിനെ വിട്ടച്ച് അനുഭവിച്ച ദൈവിക സമൃദ്ധിയെ സമ്പത്തിനെയും രക്ഷയും വിട്ടിട്ട് പുറകോട്ട് പോകുവാനല്ല, മറിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ ദൈവസഭ തയ്യാറാകണം. 5:12 പറയുക എഴുത്തുകാരൻ, നിങ്ങൾ ആൾ മോശക്കാരൊന്നുമല്ല. വായിച്ച ഭാഗം 12 കാലം നോക്കിയാൽ കാലം നോക്കിയാൽ ബിഷപ്പും പാസ്റ്റർമാരും ഒക്കെ ആരുടെ കാലം കഴിഞ്ഞു. എത്രയോ നാളായി ദൈവസന്നിധിയിൽ വന്നിട്ട് എബ്രായ ക്രിസ്ത്യൻസ്, ജൂയിഷ് ക്രിസ്ത്യൻസിനോട് പറയുക, talking to Jewish Christians, those who receive Jesus as Savior.
Praise the Lord, hallelujah. When for the time you ought to be teachers, you have need that one teach you again, which be the first principles of the oracles of God. ഇപ്പോഴും ആമേൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നിൽക്കുകയാ. സ്തോത്രം. നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. എബ്രായ ലേഖനം എഴുതുന്നത് ആമേൻ ആർക്ക് വേണ്ടിയാണെന്നൊന്നും പറയുന്നില്ലെങ്കിലും, ആരാ എഴുതിയെന്നെങ്കിൽ വാദമുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്. ആമേൻ സ്തോത്രം. വിശ്വാസത്തിൽ വന്നവര് നിലനിൽക്കാൻ കഴിയാതെ പുറകോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ജനത്തോട് വിളിച്ചു പറയുക, കുറച്ചു നാളായില്ലേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അവൻ ഇപ്പോഴും പാല് കുടിക്കുന്ന അനുഭവത്തിൽ ഇരിക്കുവാനല്ല, അവൻ ദൈവനാമത്തിൽ അവൻ ദൈവശക്തിയിൽ ആത്മീകത്തിൽ സമ്പന്നത പ്രാപിപ്പാൻ സമയമായി, ഉപദേശിക്കേണ്ട സമയമായി. പാരമ്പര്യം ചോദിച്ചാൽ പറയും എന്റെ അപ്പച്ചന്റെ കാലം മുതലേ പെന്തക്കോസ്തലാ. പക്ഷെ ഇപ്പോഴും ചെറിയ ഒരു വിഷയം വന്നാ മതി, അവിടെ നിന്നാ മതി. എന്തൊരു സന്തോഷമായി. നോ, ഹല്ലേലൂയ. ആമേൻ. ക്ഷമയോടെ കാത്തിരിക്കുവാൻ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് നാം നോക്കിയിരിക്കുന്നവൻ വരും, താമസിക്കുകയില്ല. ഹല്ലേലൂയ. ഈ ചെറിയകാലത്തേക്കുള്ള കഷ്ടതയും പീഡനവും നീ ഓർത്തുകൊണ്ട് പിന്നോട്ട് പോകുവാനില്ല. Don't need to be tempted by the persecution and the problems what we are facing today. Don't go back, but go forward with faith and holding the promise of God. Praise the Lord. Hallelujah. അവേ കാലം കുറയായില്ലേ. Praise the Lord. Hallelujah. ഈ ലേഖനം ആർക്കാണ് എഴുതിയത്? കാലപ്പഴക്കം ചെന്നവർക്കാ. മനസ്സിലാക്കണം, കാലപ്പഴക്കം ചെന്നവർക്കാ. Those who are claiming the tradition. Amen. This letter is applicable to us too. Hallelujah. Amen. Hallelujah. അവര് യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിഞ്ഞ സമയത്ത്, when they really know Jesus Christ as the Savior, they accepted Jesus as the Savior and become the Jewish Christians, those who follow Christ. And particular time, at that time, they are free from the material world or liberal from the materialism. അവർ ഭൗതികത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരാൻ കഴിഞ്ഞു. യേശുവിനെ അറിഞ്ഞ സമയത്ത് ഇവർ ഭൗതിക ചിന്തകളിൽ അല്ലെങ്കിൽ ലോകമയത്വത്തിൽ നിന്ന് ഫ്രീഡം പ്രാപിച്ചവരായി തീർന്നു. They free from the worldliness, modernism or whatever may be. അതിനൊക്കെ അവർ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം പ്രാപിച്ചു. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. അവരെങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായം 33, 34, 32, 33, 34. Hebrews chapter 10 verse 32, 33, 34. Can you read that one? Can you see that? Hebrew 10, 32, 33, 34. ആമേൻ. നിങ്ങൾക്കൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. അല്ല, അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടെന്നല്ല. ഒരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു. അത് കണ്ടു വളർന്നവരാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിൽ പറയുന്നത്, ആമേൻ. അതിന്റെ 32-ൽ പറയുന്നു, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രകാശത്തിൽ വെച്ച് നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചകളാലും ഭവിച്ചു. നമ്മളൊക്കെ ജീവിതത്തിൽ അതൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിലും, കഴിഞ്ഞ ദിവസം ആരോട് പറയുന്നത്, തിരുവല്ലായില് അന്ന് പെന്തക്കോസ്ത് എന്ന് പറയാൻ നാണക്കേടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. അന്ന് ഞങ്ങളുടെ ദേശത്ത് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ആമേൻ അപമാനമായിരുന്നു. ആരൊക്കെയോ കൂടി വന്ന് പൈസയൊന്നും ഇല്ലാത്ത കുറെ എണ്ണം അവൻ ലോ ക്ലാസ് പീപ്പിൾ കടന്നു വന്ന് ആരാധിക്കുന്നെന്ന് പറഞ്ഞ് അവൻ കളിയാക്കി നിന്ദിക്കപ്പെട്ടും സ്തോത്രം പറയുന്നവർ പോയെന്നും തുള്ളുന്നെന്നും പറഞ്ഞ് അവൻ നമ്മളെ കളിയാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. അതറിയാവുന്ന അവൻ സഹോദരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതറിയാമെങ്കിൽ അവൻ അത് തലമുറകൾക്കൊന്ന് കൈമാറുവാൻ നമ്മളാരും മറന്നു പോകരുത്. ഇന്ന് കാണുന്ന ഈ നന്മകളും സമ്പത്തുകളും what we are seeing, all the possession and the facilities and the blessing is not came from very easily. We paid the price for it. Our parents are coming, hallelujah, they paid price for it.
അവിടെ വായിക്കുന്ന 32 വായിക്കുകയാണ്. അവൻ നിങ്ങൾ പ്രകാശം വെച്ച് നിന്ദകളാലും after you were eliminated and endured a great fight of afflictions. ആമേൻ. അന്നത്തെ ക്ലാസ്സിൽ ഒരു സ്വല്പം ഉയർന്ന മിഡിൽ ക്ലാസ് ആണ് അവർ കൂടെ പോയെങ്കിൽ നീ ഇതിനകത്ത് പോയോ? അല്ലേ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതായിരുന്നു നമ്മുടെ കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ക്രിസ്ത്യൻസ് ആമേൻ ഈ എഴുത്തുകാരുമായി പറയുക. ആമേൻ. ജൂയിഷ് ക്രിസ്ത്യൻസ് ആമേൻ. Did you not think that on hallelujah in earlier days? Praise the Lord. Hallelujah. Can you remember that one? There's so many afflictions came to your life. Praise the Lord. Hallelujah. They were you were mocked at the people before the people. Amen. Hallelujah. Praise the Lord. അവൻ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും അവരെന്താ ചെയ്ത്. അവൻ അവരെ ലോകഭയത്തിൽ നിന്ന് സ്വതന്ത്രരായി അവർ ചില കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. 33 വായിക്കുന്നു, ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. We were partakers of those who were afflicted. Hallelujah. Guys, you are made a gazing stock both by reproaches and afflictions, and partly which you became companions of them, and that were so used. അല്ലേ? നമ്മൾ അവരൊക്കെ ഹല്ലേലൂയ ഇന്നും നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആദ്യകാലങ്ങളിൽ അല്ല, ഈ സഭ തുടങ്ങുന്ന സമയത്ത് പോലും അനേക കഷ്ടങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് നിന്ദിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച്, അപമാനിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച്, തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തിയും കഷ്ടത അനുഭവിച്ചും മറ്റുള്ളവരെ നിന്ദ അനുഭവിച്ചും കഴിഞ്ഞു പോയ കാലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവരുടെ കാലത്ത് ലോകമയം മാറി. അവർ സമ്പത്തിലല്ല അവരുടെ ആഗ്രഹം. അവർക്ക് ലഭിച്ച സമ്പത്ത് തടവുകാർക്ക് വീതിച്ചു കൊടുത്തു, വിശുദ്ധരെ സ്നേഹിച്ചു. വായിച്ച 33 താഴോട്ട് 34ാമത്തെ വാക്യം. നിങ്ങൾ കാണിച്ച സഹതാപമൊക്കെ ഈ തള്ളപ്പെട്ടവരോട് അത്രേ. നമ്മുടെ പിതാക്കന്മാർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സമ്പത്ത് നഷ്ടമായാലും praise the Lord. Remember, the people, those who are coming from job, even though they do the night shift and coming in the morning and worshiping God without any kind of tiredness. Hallelujah. Even though they are not going for the overtime or something, hallelujah, they were worshiping God because sampath abhagaratoda sandoshatoda vagichu. Sampathinte abhagaram സന്തോഷത്തോടെ വഹിച്ചു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ അതില്ലേ? അതിന്റെ 62ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സമ്പത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വെച്ചിരിക്കുന്ന സമ്പാദ്യം ആർക്ക് അനുഭവിക്കുന്ന അറിയില്ല. ഇബ്രായ ലേഖനം ഹീബ്രു ക്രിസ്ത്യൻസിനോട് പറയുകയാ. നിങ്ങൾ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച ഒരു കാലത്തെ നിങ്ങൾ മറന്നു പോകരുത്. അന്ന് നിങ്ങൾ കൊടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ഇന്ന് സകലതും തന്നിട്ടും ഹല്ലേലൂയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ക്ഷമിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ കഴിയാതെ ഹല്ലേലൂയ വിട്ടുപോയതിനെ കുറിച്ച് ചിന്തിക്കുന്ന മനോഭാവമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് സമ്പത്തിന്റെ അപകാരം അത് നഷ്ടമാക്കിക്കൊണ്ട് വാഗ്ദത്തത്തിനായി കാത്തിരിക്കാം. Praise the Lord. Hallelujah. Hallelujah. സ്വർഗ്ഗത്തിൽ ഉത്തമ സമ്പത്തോർത്ത് അവർ സന്തോഷത്തോടെ സഹിച്ചു. We gave up many things for the sake of the name of Jesus. For the sake of name of Jesus. Praise the Lord. പാസ്റ്റർ ഇതൊത്തിരി കേട്ടതാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് വേറൊന്നിനുമല്ല, നമ്മളെ ഒന്ന് റീകമ്മിറ്റ് ചെയ്യണം. ഒന്ന് കമ്മിറ്റ്മെന്റ് നമുക്കൊന്ന് പുതുക്കണം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സ്ഥാനം ഒന്ന് ഓർക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്ത എങ്ങനെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, praise the Lord, why we should go and worship God, why you are going to the hallelujah church, and why we spend the time, and if you're thinking all these things, praise the Lord, hallelujah, remember hallelujah our fathers hallelujah പൂർവ്വപിതാക്കന്മാർ അവരുടെ സകലതും മാറ്റി വെച്ചു. ഹല്ലേലൂയ. അവർ ഞായറാഴ്ചകളിൽ കൂട്ടുകെട്ടിന് പോയിട്ടില്ല, കല്യാണങ്ങൾക്ക് പോയിട്ടില്ല,
അവരുടെ സഭയോട് ലോയൽറ്റി അവർക്കുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ സഭയോട് ലോയൽറ്റി നമുക്ക് ഉണ്ടാകണം. പോകണ്ടെന്നല്ല, അത്യാവശ്യത്തിന് പോയേ പറ്റുകയുള്ളൂ. എന്നാൽ ആയിരിക്കുന്നിടങ്ങളിൽ ഇന്ന് പകൽക്കാലം എവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവത്തെ ആരാധിപ്പാൻ ഞാനും നീയും മറന്നു പോകരുത്. ഒരുപക്ഷെ ട്രിപ്പിലായിരിക്കാം, ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു അതിനു വേണ്ടി. കർത്താവ് ശക്തമായി എഴുതി, ഈ കാര്യങ്ങളൊക്കെ മാറിപ്പോകും കുഞ്ഞ്, വരുവാനുള്ളവൻ വരും. നീ ഒത്തിരി നാളായി കാത്തിരിക്കുകയാണോ? ഇല്ല, അത് താമസിക്കത്തില്ല, അവൻ വരാറായി. ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഇന്ന് തയ്യാറാകുന്നെങ്കിൽ ഈ ശബ്ദം 2 പ്രാവശ്യം ഒന്ന് മുഴങ്ങി കേട്ടിട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ശാരീരിക അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുവോ? അവൻ മാനസിക അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുവോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് അനുഭവിക്കുന്നുവോ? കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടോ? തലമുറയുടെ വിഷയമുണ്ടോ? അവൻ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, സഹിഷ്ണുതയോടെ മൗനമായി ദൈവസന്നിധിയിലിരിക്കുക. അവൻ ശക്തനത്രേ, ബലം അവനിൽ നിന്ന് വരുന്നു. നീ എത്ര ശ്രമിച്ചാലും അതിനെ മാറ്റിമറിക്കാൻ കഴിയുകയില്ല. കാരണം ബലവാനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ്. പിതാക്കന്മാർ, എബ്രായലേഖന കർത്താവ് പറയുക, യഹൂദ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ പിതാക്കന്മാർ യേശുവിന് വേണ്ടി പലതും ത്യജിച്ചു. എന്നാൽ ഈ ലെറ്റർ എന്ന് ആർക്കാണോ എഴുതിയത്, ചില പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോവുക. ആ ലെറ്റർ എഴുതാൻ പ്രധാന കാരണം എബ്രായ ക്രിസ്ത്യാനികൾ ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡിന്റെ ദൈവസഭയോട് പറയട്ടെ, ഈ ലേഖനം ഇന്നിവിടെ വായിച്ചത്, ഇന്നിവിടെ ഉദ്ധരിച്ചത്, നമ്മുടെ പിതാക്കന്മാർ they gave up many things for the sake of the Jesus name. Hallelujah. എന്നാൽ ഇന്ന് പകൽക്കാലം ആരെങ്കിലും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചിലപ്പോഴൊക്കെ നിങ്ങൾ അപമാനത്തിനും ആക്ഷേപത്തിനും പരസ്യമായി വിഷയമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനോട് പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ, അപമാനം, ഈഗോ, കഷ്ടത, നിന്ദ, പരിഹാസം, ഓ ജീസസ്, ഹല്ലേലൂയ. വ്യക്തമായി നമുക്ക് വിശ്വാസം ചെയ്യാം. ഏതൊരു വാക്കിന്റെ പുറത്തല്ലേ ഇന്ന് ആരാധന കഴിക്കാൻ പഠിക്കുന്നത്? ആരോ ഏതോ പറഞ്ഞു, അത് നമ്മുടെ ഹൃദയത്തിനകത്തിൽ നിന്ന് വെമ്പൽ കൊള്ളുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദ്യകാലത്ത് ഈ പിതാക്കന്മാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അവർ ഒരുമിച്ച് കടന്നു വന്നു, നിന്ദിക്കപ്പെട്ടവരെ ചേർത്തുകൊണ്ടു. ഇന്ന് നിന്ദിക്കപ്പെട്ടവരെ തള്ളിക്കളയാനല്ല, ചേർത്തുകൊള്ളുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം തയ്യാറാകുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ചില പ്രതികൂല കടന്നു പോകുമ്പോൾ ആക്ഷേപത്തിന് പരസ്യമായി പരസ്യ വിഷയമായ ചില വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത്, വ്യക്തി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് മാറ്റി നിർത്തുവാനല്ല, we have to accommodate them. Praise the Lord, hallelujah. We have to pray for them. Praise the Lord, hallelujah. അങ്ങനെ പൂർവ്വപിതാക്കന്മാർ ചെയ്തത്. അതുകൊണ്ട് ഒരുപക്ഷെ ചിലതൊക്കെ നിന്ദിക്കപ്പെടാമായിരുന്നു, സഹിക്കപ്പെടാമായിരുന്നു. Praise the Lord, hallelujah. ഒത്തിരി ബന്ധങ്ങൾ മാറിപ്പോയി. Praise the Lord, hallelujah. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ ഇന്നും നീ അനുഭവിക്കുന്നുവെങ്കിൽ, ഭവനത്തിനകത്ത്, സമൂഹത്തിൽ, ഔദ്യോഗിക മേഖലകളിൽ, സാമ്പത്തിക വിഷയത്തിൽ, ഇല്ല ദൈവമക്കളെ, സമ്പത്തിന്റെ അപഹാരം പൂർവ്വപിതാക്കന്മാർ സന്തോഷത്തോടെ സഹിച്ചുവെങ്കിൽ, Praise the Lord, hallelujah. Praise the Lord. In the pagkalkalam, for the sake of Jesus' name, come to the presence of the Lord, and with a perseverance and patience wait for His promise. And He is saying to the people, those who are tempted to go away from this, oh no, ഞാൻ വരുന്നു അല്പകാലത്തിന് ശേഷം, ഇനി അല്പകാലം കഴിഞ്ഞ് ഞാൻ വരും കുഞ്ഞെ, നിന്റെ വേദന മാറും, നിന്റെ ഭാരം ഞാൻ മാറ്റിത്തരാം, നിന്റെ നിന്ദ ഞാൻ മാറ്റിത്തരാം, നിന്റെ പ്രതിസന്ധി ഞാൻ മാറ്റിത്തരാം. ഞാനിതാ വരുന്നു. ഇത് നമ്മളെ ഒന്ന് ഉദ്ധരിക്കട്ടെ, നമ്മളെ ഒന്ന് ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നിന്നയിലും കഷ്ടതയിലും കടന്നു വന്നവർക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല.
അവർ സമ്പത്തിനെ വളരെ സന്തോഷത്തോടെ അപകാരമൊക്കെ ഏറ്റെടുത്തു. അന്ന് ഒന്നും നോക്കിയില്ല. ബന്ധുക്കൾ വിട്ടാലും സ്വന്തക്കാർ വിട്ടാലും കൂട്ടുകാർ വിട്ടാലും we need to worship God and we have to hold Jesus' name. And today we cannot hold on, we cannot help fast this one, and we try to away from this. കഴിയുന്നില്ല. Praise the Lord. അതല്ലേ വാസ്തവം. Praise the Lord. Hallelujah. Amen. സ്തോത്രം. Hallelujah. Hallelujah. Praise the Lord. Amen. Hallelujah. ഇന്ന് കഴിയാത്തത്. Amen. Hallelujah. Praise the Lord. ജീവിതത്തിലെ സ്വാധീനങ്ങൾ, സമൂഹത്തിലെ സ്വാധീനങ്ങൾ മക്കളെ ക്രിസ്ത്യാനിയോട് പറയുന്നതാ. വാസ്തവം അതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് കഴിയാത്തത് പുറമേയുള്ള ചില ശക്തികൾ. Praise the Lord. ഹീബ്രു ക്രിസ്ത്യൻസിനോടാണ് പറയുന്നത്, നമ്മളോടല്ല. നമ്മളോടാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണം. പുറമേയുള്ള ചില ശക്തികൾ എന്നെ ഇന്ന് പകൽക്കാലം ഇതിലേക്ക് ചിന്തിപ്പിക്കുകയാണ്. Praise the Lord. ആമേൻ. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം സാംസ്കാരികമായ ചില സ്വാധീനങ്ങൾ, നാം പാർക്കുന്ന ഇടത്തെ ചില സംസ്കാര ചിട്ടകൾ. Praise the Lord. Hallelujah. നാം പാർക്കുന്നിടത്തെ ജീവിത ശൈലികൾ, ചുറ്റുപാടുകളുടെ സ്വാധീനം. Praise the Lord. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല പുരോഗമന ചിന്തയുടെ സ്വാധീനം, വസ്ത്രധാരണം, ജീവിതശൈലി. ആമേൻ. സ്തോത്രം. മാത്രമല്ല അഹങ്കാരത്തിൽ, അഹംഭാവത്തിൽ ഉടലെടുക്കുന്ന, ആമേൻ സ്തോത്രം, ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആമേൻ ചില ഈഗോ, സെൽഫിഷ്നെസ്. Praise the Lord. ഞാൻ പറഞ്ഞതിനെ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് നിങ്ങൾ നമ്മൾ മാറി നിൽക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ, നമുക്കല്ല ഇത് ഹീബ്രു ക്രിസ്ത്യൻസിന് പറയുന്നതാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയാഞ്ഞത് അന്നത്തെ ചുറ്റുപാടുകൾ. അവർക്ക് വേണ്ടതുപോലെ വേർപെടാൻ കഴിയുന്നില്ല. പണ്ട് വേർപെട്ടതുപോലെ വേർപെടാൻ കഴിയാതെ കോംപ്രമൈസ് ചെയ്തു പോകുന്ന ചില അനുഭവങ്ങൾ, ചില ഇൻഫ്ലുവൻസുകൾ. That may be the social, cultural and political influences. Or maybe the selfishness. Praise the Lord. Hallelujah. സ്വാർത്ഥമായ ചിന്തകൾ കടന്നു വന്ന് ഇന്ന് അതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല, വേർപാട് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അന്നത്തെ ഓരോ ചിന്തകൾ? ശത്രുവിനെ സ്നേഹിക്കുക, നിന്ദിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, ഒറ്റപ്പെടുന്നവരെ തള്ളിക്കളയാതെ അവരെ പിടിച്ചു നിർത്തുക. ഇന്ന് പകൽക്കാലത്തെ ചിന്ത, എനിക്കെന്ത് കിട്ടും, ഞാൻ എവിടെയാണ്, ഏത് പോസ്റ്റാണ്, ഏത് പൊസിഷനാണ് എന്ന് ഞാൻ മാനിക്കുന്നു. നോ. ചിന്തിക്കുകയോ മക്കളെ, ഇതൊക്കെ സന്തോഷത്തോടെ സമുദായങ്ങളും വിട്ട്, സ്ഥാനങ്ങൾ മാനങ്ങൾ വിട്ട് യേശുവിനെ അന്വേഷിച്ചു വന്ന ദൈവങ്ങളെ, ഇന്ന് പകൽ നിന്നെ ഇത് തടയുന്നതാകരുത്. സ്വാധീനങ്ങൾ നിന്നെ തടയരുത്. ചോദിക്കും, ദൈവം വിധിച്ചോട്ടെ. ഓ വിശ്വാസികളെ, നമ്മളല്ല. What use in individual concept, not a corporate concept. When he knocked the door, not the corporate knock. Oh, not going to the church, and when he knocked the church, not the person, he's first knocking the person, and he want to come inside with the individual concept. വ്യക്തിപരമായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുട്ടുകയാണ്. അവരൊന്ന് തുറന്നു കൊടുക്കുവാൻ കഴിയാതെ, സമ്പത്തിന്റെ അപകാരം വിട്ടുകളയാതെ, സ്വാധീനത്തിന്റെ അപകാരം വിട്ടുകളയാതെ, അവയെ കൾച്ചറിന്റെ അപകാരം വിട്ടുകളയാതെ പിടിച്ചു നിർത്തുന്നുവെങ്കിൽ, അകറ്റി നിർത്തുന്നുവെങ്കിൽ ചിന്തിക്കുക, അല്പകാലം കഴിഞ്ഞ് വരാനുള്ളവൻ വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഈ സെലിബ്രേഷൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, മറ്റുള്ളവർ ചെയ്യുന്നില്ലേ, ഒരു ഫണ്ണല്ലേ? ക്രിസ്ത്യൻസിന് ഫണ്ണാകാം, പക്ഷേ നോട്ട് സെലിബ്രേറ്റിംഗ് ദ ഡെവിൾ. Evil. You have to separate from that. If you normalize that celebration, you are giving up the importance of the sin. അതിന് ആഘോഷത്തിന് പങ്കുചേരുന്നെങ്കിൽ
അത് കിട്ടിയാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം, നമുക്ക് ഉറക്കം ഇല്ല. വാങ്ങിച്ചുകൊള്ളു ദൈവമക്കളെ, അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ തലമുറകൾക്ക് ഒരു കാരണവശാലും ഇതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്ത് നോർമലൈസ് ചെയ്തോ എല്ലാവരും ചെയ്യുന്ന നോ പ്രോബ്ലം, ഓക്കെ ആകട്ടെ, ഓ സാരമില്ലെന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സ്തോത്രം ഹല്ലേലൂയ നാം പാലിക്കേണ്ട പ്രമാണങ്ങളെ പാലിക്കുവാൻ, don't influence by the culture and religion and politics. Hallelujah. ദൈവം നോക്കുകയാ. Praise the Lord. നീ വ്യക്തിയോടെ കാത്തിരിക്കുകയാണോ അതോ സമൂഹത്തിൽ ചേർന്നിടകാനാണോ? നോ. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യുന്ന, പെർസിവറൻസ് ആയിട്ട് ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ചേർക്കാൻ അല്പകാലം കഴിഞ്ഞ് അവൻ വന്നു. Praise the Lord. ഉപകാരവനായി കാത്തിരിക്കുക. ഓ സാരമില്ലെന്ന ആറ്റിറ്റ്യൂഡ് മാറട്ടെ. Cultural, political, religious and personal influences don't influence the people and don't be the attitude of, oh, saravilla is okay. Don't. Hallelujah. Hallelujah. Praise the Lord. നമുക്ക് ഫണ്ണില്ല, നമുക്ക് ഫണ്ണുണ്ട്. ഇന്ന് ഫണ്ണുണ്ട്. വൈകിട്ട് ലെഫ്റ്റ് കഴിഞ്ഞിട്ട് കേക്ക് സീ have it. Praise the Lord. It's not for any other thing. It's the fundraising for the youth ministry. Remember. Amen. And now we don't have the celebration, evil celebrations. We won't partake and identify the evil celebrations. Hallelujah. മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ പാപത്തെ ലഘൂകരിക്കുക. പാപത്തെ ലഘൂകരിക്കുന്ന സ്വാധീനങ്ങളിൽ നിന്ന് ദൈവസഭ വിട്ടു നിൽക്കട്ടെ. ഓ സാരമില്ലെന്ന ആറ്റിറ്റ്യൂഡ് വിട്ടുമാറട്ടെ. അത് ആത്മീക വിഷയത്തിലാണെങ്കിലും ഭൗതിക വിഷയത്തിലാണെങ്കിലും, inside the church and outside the church and inside the home and outside the home, be separate from everything and don't be influenced by all these things. എബ്രായ ക്രിസ്ത്യൻസ്, നിങ്ങൾ ഒരിക്കൽ അവൻ മാറി നിന്നതല്ലേ, വിലകൊടുത്തതല്ലേ. ഇപ്പൊ നിനക്ക് നിൽക്കാൻ വയ്യ. അതിന് കാരണം മറ്റൊന്നുമല്ല. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 Praise the Lord. സ്തോത്രം. സ്തോത്രം. ചുരുക്കത്തിൽ ആമേൻ സ്തോത്രം, ആത്മീക വർധന വരുത്തുന്ന, ആത്മീകമായി സമ്പന്നത പ്രാപിക്കുന്ന, സമ്പന്നത പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിൽ നിന്നും Praise the Lord. Hallelujah, hallelujah, hallelujah. Oh Jesus, hallelujah, hallelujah. Oh praise the Lord, hallelujah, hallelujah, hallelujah. എല്ലാത്തിൽ നിന്നും ആ വേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാലമായി. Praise the Lord. ആത്മീക സമ്പന്നത വർദ്ധി, ആത്മീക spirituality, the spiritual prosperity. We need to have the spiritual prosperity, and against the spiritual prosperity, any influence is coming in your life, I may separate from them. യഹൂദ ക്രിസ്ത്യനോട് പറഞ്ഞു, അവർക്കൊരബദ്ധം പറ്റി. അവരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് അവൻ നിർത്തിക്കൊള്ളാം. സ്വല്പം ശ്രദ്ധയോടെ. എബ്രായ ക്രിസ്ത്യൻസ് അവരിടയിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. കാരണം എബ്രായ ക്രിസ്ത്യൻസ് കർത്താവായ യേശുക്രിസ്തു അംഗീകരിച്ച നാൾ മുതൽ ക്രിസ്തുവിനെ ഹോൾഡ് ചെയ്തു, സമ്പത്തിന്റെ അവകാരമൊക്കെ മാറ്റി നിർത്തി, ഒരു ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് എബ്രായർ, യെരുസലേമും ഒക്കെ. അപ്പോ ഈ റോമ സാമ്രാജ്യം, they are imposing heavy tax upon them, a heavy burden and yoke upon them. So the Hebrew Christians, they were agitating and protest against the Roman government. Praise the Lord. എന്താ എബ്രായ ക്രിസ്ത്യാനികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? First one, the opposition came from their own community. And second, the opposition came from the other people, other ethnic group people. Oh, വിശ്വാസിയെ കൂതം പോകും അല്ലേ? നമ്മളെ ഇറങ്ങിയിട്ടും നമ്മുടെ സ്വന്തം സമുദായക്കാർ ചീത്ത വിളിച്ചത് മാത്രമല്ല, വയ്യ പോകുന്നവനൊക്കെ ഇരുന്നോട്ട് കല്ലെറിയാൻ അല്ലേ? ആമേൻ എന്ന് പറയുന്ന പോലെ ഇവരെല്ലാവരും കല്ലെറിയാൻ തുടങ്ങി. ആമേൻ. ആദ്യകാലങ്ങളിൽ അവരെല്ലാം പിടിച്ചു നിന്നു. We won't partake in this kind of
influences. We never have this kind of protest or anything. We are depending on God's rule. And we are waiting for the God's promise. But കാലക്രമേണ സ്വന്തം യഹൂദന്മാർ സ്വന്തം ജാതികൾ അവരെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ they lose their concept. They wanted to make a compromise with the people. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇവർക്കെതിരെ നിന്നു. ആർക്കെതിരെ? റോമ സാമ്രാജ്യത്തിനെതിരെ മറ്റുള്ളവരുടെ കൂട്ടരുമായി ഒത്തുചേർന്ന് they made a compromise with the influence of the protesters against the Roman government, and they joined with them, and they away from the separation, and then joined the influence with these people. There they started, hallelujah, away from the separation. അവരുടെ വേർപാടിൽ നിന്ന് അകന്നു പോകത്തക്ക നിലയിൽ ഒരു സ്വാധീനം അവരുടെ ഇടയിലേക്ക് വന്നു. എന്തിനാ? ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം. റോമ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾക്കും വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞ് അവർ ആ ഇൻഫ്ലുവൻസ് പെട്ടപ്പോൾ ഈ ലേഖകൻ ഒരു എഴുത്തവർക്ക് എഴുതി. അതാ നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം അധ്യായം 14-ാം വാക്യം. Hebrews chapter 13 verse 14. ആ നിൽക്കുന്ന ആ നഗരത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി അവർ സെപ്പറേഷൻ മാറ്റിവെച്ചപ്പോൾ, വേർപാടിന് കോംപ്രമൈസ് ചെയ്തപ്പോൾ എഴുത്തുകാരൻ അവർക്ക് എഴുതി, നിങ്ങൾ എവിടെയാ പോകുന്നത്? വാട്ട് കോംപ്രമൈസ് യു ആർ മേക്കിംഗ്? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇതായിരിക്കും നമ്മുടെ കൺസെപ്റ്റ്. If you are influencing something and join with the other people, maybe the political culture or social, we don't have a continuous city here. We seek one to come. Hallelujah. നമുക്ക് ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട്. നമ്മൾ ഇവിടെ സ്ഥിരമുള്ളവരല്ല, നിലനിൽക്കുന്ന നഗരമല്ല. നമുക്ക് വിട്ടുപോകുന്ന സമയമായി. അത് വരുവാനുള്ളത് അന്വേഷിക്കുന്ന ദൈവമൈതലേ. എന്ത് കോംപ്രമൈസ് വരുത്തുന്നത്? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ചിലതിനു വേണ്ടി. If anything influencing our life, spiritual life, say bye-bye to them. And away from that, keep the separation. We don't need to have any kind of compromise with these influences, because we don't have the city here. Our city is preparing for us. It is very temporary. സങ്കീർത്തനത്തിൽ അത് വായിച്ചോലേ, നമ്മുടെ സമ്പത്തൊക്കെ ഒരു നിമിഷം ശ്വാസമത്രേ, ഒരു ശ്വാസമത്രേ. എത്ര സമ്പാദിച്ചാലും, എത്ര ഉയർന്ന പോസ്റ്റ് ലഭിച്ചാലും ഒരു ശ്വാസമത്രേ. ഹല്ലേലൂയ. ഭയപ്പെടുത്താൻ പറയുകയല്ല, എന്നാൽ അതിന് ഫലമായി ഇത് മനസ്സിലിരുത്തിയിട്ട് we live here in a very temporary time for the temporary blessing and pressures. So the Hebrew Christians, Hebrew author is writing to us. It's not our place. Here, not is a permanent place here. We don't have the permanent town. We have a permanent place. God is preparing for us. അതുകൊണ്ട് അവൻ വരുവാനുള്ളവൻ, അല്പകാലം കഴിഞ്ഞ് വരാനുള്ളവൻ താമസിക്കുകയില്ല. Praise the Lord. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ആരാധനയ്ക്ക് വിട്ടുവീഴ്ച നടത്തുന്നെങ്കിൽ, if you are making a compromise for the worshiping God, for the time, for this place, or for anything, say bye-bye to them and separate for the God, the sake of God, and worshiping God. സത്യത്തിന് ആരാധിക്കാൻ കഴിയാതെ കോംപ്രമൈസ് വരുത്തുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാൻ ഞാൻ ഇന്ന് തയ്യാറാകുന്നെങ്കിൽ, നമ്മളെല്ലാം നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം മാത്രമേ നമ്മുടെ ദൈവം. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. പകൽക്കാലം എന്തെല്ലാം സഹിച്ചാലും ധീരതയോടെ നിൽക്കുന്ന മാതാപിതാക്കൾ പിന്നിലുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം വെളിച്ചത്തിന് വേണ്ടി സ്വാധീനപ്പെട്ടില്ല, സാക്ഷ്യത്തിന് വേണ്ടി സ്വാധീനപ്പെടുത്തിയില്ല, സമൂഹത്തിന്റെ കൂട്ടുകെട്ടിന് വേണ്ടി സ്വാധീനപ്പെട്ടില്ല. They don't compromise anything and they strongly hold on and perseverance with the perseverance, patiently waiting for the
God's kingdom. Hallelujah. 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 അതുകൊണ്ട് സംഗീതത്തിൽ വായിച്ച 43:5 വായിച്ച് oh hallelujah praise the Lord. 43 വായിച്ച 43:5 Psalms. Amen. Hallelujah. Amen. മനവേ വിഷാദിച്ച് ഹൃദയത്തിൽ ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ ഹൃദയം നിന്റെ ശരീര അസ്വസ്ഥതയെ കുറിച്ച് ഞരങ്ങുന്നെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ ഞരങ്ങുന്നെങ്കിൽ, ചില സ്വാധീനങ്ങൾക്ക് പോകാതെ ഞരങ്ങുന്നെങ്കിൽ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷ. പകൽക്കാലം ശക്തമായി ദൂത് അറിയിക്കുമ്പോൾ ദൈവസഭയുടെ ആത്മിക സമ്പന്നത പ്രാപിപ്പാൻ, ആത്മിക വർധനയ്ക്ക് ഉതകുവാൻ, കോംപ്രമൈസ് ചെയ്യാതെ, വിട്ടുവീഴ്ച കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരുപക്ഷെ സമയം കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ ഓടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ നീ തയ്യാറാകുന്നെങ്കിൽ അത് തലമുറ കാണും ദൈവമക്കളെ. അതിന് മഹത്വം അവർ കാണട്ടെ. Hallelujah. ഏൽപ്പിച്ചിട്ട് പോകുമ്പോ വലിയപ്പറ്റും പറയും ഇവിടെ പോയിരിക്കുക കൊച്ചുങ്ങളെ നോക്കാനാണ്. Praise the Lord. Amen. Hallelujah. Praise the Lord. ഓടി വന്ന് വീട്ടിലെ കാര്യം നോക്കാനുണ്ട് അല്ലേ? വീട്ടിൽ വരത്തില്ല. ഞങ്ങൾ കണ്ടിട്ട് സബ്സിഡി കഴിഞ്ഞ് കാണുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതുപോലെ പോകുമ്പോൾ സമയമുണ്ടെന്നേ ഒരു ദിവസം ട്രിപ്പ് പോയി സന്തോഷിക്കുക കുടുംബമായിട്ട്. ആമേൻ. ഹല്ലേലൂയ. മറ്റു ദിവസങ്ങളിൽ ആമേൻ ആരാധനയ്ക്ക് കോംപ്രമൈസ് വരുത്തുവാൻ നമ്മൾ തുനിയരുത്. അത് ഞാൻ കണ്ടു, എന്റെ കുഞ്ഞുങ്ങൾ കണ്ടു. അത് മതി എനിക്ക്. Praise the Lord. Hallelujah. Hallelujah. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ദൈവമക്കളെ നമ്മളിൽ. Praise the Lord. Hallelujah. എന്തുകൊണ്ട് നുറങ്ങി ഹൃദയത്തിൽ നീ വിഷാദിച്ചിരിക്കുന്നത് എന്താ? ഇന്ന് ആരെങ്കിലും വിഷാദത്തോടെ ഇതിനകത്തായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഒരു കോംപ്രമൈസിനും ചേരാതെ ദൈവത്തിൽ ആശ്രയിക്കട്ടെ, ദൈവത്തിൽ ചാരട്ടെ. ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്ന വിഷയം നടന്നു കാണത്തില്ല. നിന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചില വാക്കുകൾ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം, ചില സ്വാധീനങ്ങൾ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഹൃദയത്തിൽ വിഷാദിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ എന്തുമാകട്ടെ അത് താഴെ മാറ്റി നിർത്തിയിട്ട് എന്റെ കർത്താവിനെ ആശ്രയിക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാകുന്നു. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനായ ദൈവമക്കളെ. Praise the Lord. എബ്രായ ക്രിസ്ത്യൻസ്, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ ഈ പിന്മാറ്റത്തിലേക്ക്, ഈ പ്രേരണ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് is not because of anything. You started to look yourself in order to look to the God Jesus. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയത് കൊണ്ടാണ് ഈ ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് 12:2 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കുക. ഹല്ലേലൂയ. ഇതാ ഇന്നത്തെ ആഹ്വാനം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തി നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും വിശാലമായ ചിന്തകളെയും ഒക്കെ മടിപ്പിച്ച് അവൻ മന്ദബുദ്ധിയാക്കുന്നത്, മന്ദതയിച്ച് ആത്മിക സമ്പന്നത പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നതിന് കാരണം നമ്മൾ നമ്മളെ തന്നെ നോക്കുകയാണ്. എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ചുറ്റുപാട്, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂട്ടുകാർ, എന്റെ ബന്ധങ്ങളുണ്ടോ? ക്രിസ്തുവിലേക്ക് നോക്കുക. If you look into the society and the surroundings, you will not come to the presence of the Lord. And we cannot worship in truth and spirit. We want to worship God in truth and spirit. Look unto Jesus. Hallelujah. Hallelujah. Praise the Lord. Hallelujah. കാരണം എന്തെന്നറിയാമോ? ഇബ്രാഹിമിനെ വിളിച്ചു പറയുക, 10:35 പറയുന്നു, ഒരു മഹാപ്രതിഫലമുള്ള ആ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്.
ഇറങ്ങിയ കാലത്ത് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഹലോ, കർത്താവ് വരും, ഞങ്ങൾ പോകും. നീ എന്തോ പറഞ്ഞോടാ, ഞങ്ങൾ തുള്ളും, സ്തോത്രം പറയും. കർത്താവ് വരും, പോകും. ആമേൻ. ജോലിയിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, കൂട്ടുകെട്ടിലാണെങ്കിലും, ബന്ധുക്കാരടുത്താണെങ്കിലും. ഇപ്പോ പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ അവരുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ട്. ദൈവമക്കളെ, വചനം നിലനിൽക്കുന്നതാണ്, അത് വിശ്വാസ്യമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എന്റെ കർത്താവ് ഒരിക്കൽ അരുളി ചെയ്തതേ ഉള്ളൂ, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. ദൈവവചനം ഒരിക്കൽ പറഞ്ഞത് 2 പ്രാവശ്യം കേൾക്കാൻ ചിലർക്കൊക്കെ വയ്യോ കേൾക്കുന്നു. എന്നാ വേറെ വല്ല ഒന്ന് തമാശ പറയട്ടെ, ഒന്നുകൂടെ പറയൂ. 2 പ്രാവശ്യം മുഴങ്ങട്ടെ, നമ്മുടെ ഹൃദയത്തിൽ അത് മുഴങ്ങട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴങ്ങട്ടെ. ആ ദൈവത്തിന്റെ വചനം മുഴങ്ങിട്ട് പറയുക, അവൻ 2 പ്രാവശ്യം കേട്ടിരിക്കുക. ഞാൻ അവനോട് മൗനമായി ദൈവസന്നിധിക്കുക. അവന്റെ ദയ വിശ്വസ്തതയും എന്റെ പരിചയപ്പെടുക. എന്നെ തടുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. ആ മഹാപ്രതിഫലമുള്ള ധൈര്യം, നിങ്ങളുടെ ധൈര്യം. അന്നൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥനയായിരുന്നു. ദൈവം വിടുവിക്കുമെന്നുള്ള ധൈര്യം, അവൻ പ്രതിഫലം തരും. ഇല്ലയോ, വിടുവിച്ചില്ലയോ, അങ്ങ് പോയി കാണും. ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത അന്നത്തെ, അല്ലേ? ഇന്ന് ചില സ്വാധീനങ്ങൾ നമ്മളെ സ്വാധീനിക്കുക. ആ ധൈര്യം തള്ളിക്കളയരുത്, ആ ധൈര്യം തള്ളിക്കളയരുത്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം തള്ളിക്കളയരുത് മക്കളെ. മഹാപ്രതിഫലമുള്ള ധൈര്യം, മെഗാപ്രതിഫലം തരുന്ന ധൈര്യം, അന്ന് പിതാക്കന്മാർ പ്രാപിച്ച ധൈര്യം, യഹൂദ ക്രിസ്ത്യൻസ് നിങ്ങൾ പ്രാപിച്ച ധൈര്യമാ. ഇത് തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ, കാത്തിരിക്കുവാൻ ഒരു സഹിഷ്ണുത വേണം. അത് 37 10:37 അങ്ങനെ വായിക്കുന്നത്. വായിച്ചു 37:37. ദൈവേഷ്ടം 36. ദൈവേഷ്ടം ചെയ്ത് ആമേൻ വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ സഹിഷ്ണുത എന്ന വചനം നിങ്ങൾ കാത്തു. അതുകൊണ്ട് ഞാനൊരു വാതിൽ തുറക്കും. സഹിഷ്ണുത ഏറ്റവും അത്യാവശ്യം. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ആ മീക്ക്നെസ്, യേശുവിന്റെ വീക്ക്നെസ്. യേശു പറഞ്ഞ, യേശുവിന്റെ ഹൃദയം തുറന്നു കാട്ടിയ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ ഹംബിളും മീക്കും, അതെ, സഹിഷ്ണുതയുള്ളവനാ. ഞാൻ സഹിക്കാൻ കഴിവുള്ളവനാ, സഹിഷ്ണുതയുള്ളവൻ, താഴ്മയുള്ളവൻ. ആമേൻ, സ്തോത്രം. താഴ്മയോടെ സഹിക്കുവാൻ ഇന്ന് പകൽക്കാലം വചനം വേദപുസ്തകത്തിൽ നമ്മുടെ സംഗ്രഹത്തിന് കേട്ടു. താഴ്മയോടെ മൗനമായിരിക്കാം. നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം, കുടുംബത്തിലുണ്ടാകാം, സഭയ്ക്കകത്തുണ്ടാകാം. ദൈവസന്നിധിയിൽ മൗനമായിരുന്നു സഹിഷ്ണുതയോടെ, ക്ഷമയോടെ ഈ കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ എബ്രായ ക്രിസ്ത്യൻസിനെ ഉപദേശിച്ചതുപോലെ ഇന്ന് പകൽക്കാലം സഭയെ ഉപദേശിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് സഹിഷ്ണുതയോടെ കാത്തിരിക്കാം. ആമേൻ. വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്രമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം തന്റെ ജീവിതത്തിൽ വായിച്ച എബ്രായ ലേഖനം 6:13-15 വാക്യം വായിക്കാമോ? Hebrews chapter 6:13-15. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്തു. 6:10 അങ്ങനെ അവർ ദീർഘക്ഷമയോടെ വാഗ്ദത്ത വിഷയം ഹല്ലേലൂയ. ആരെ കൊണ്ട് സത്യം ചെയ്യല്ലേ? ഇവനെ കൊണ്ട് സത്യം ചെയ്യാൻ ദീർഘക്ഷമയോടെ വാഗ്ദത്തം പ്രാപിച്ചവൻ. ദൈവങ്ങളെ, ദീർഘക്ഷമയോടെ. ഇതുപോലെ ക്ഷമ ആർക്കൊണ്ടെന്ന് തോന്നില്ല. 100-ആം വയസ്സായിട്ടും കിട്ടിയിട്ടില്ല. എന്നിട്ടൊരു പ്രയോജനം കൊടുത്തവർ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. വാഗ്ദത്ത വിഷയം പ്രാപിച്ച അബ്രഹാമിനെ പോലെ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ആമേൻ. മോശ, ആമേൻ, എബ്രായ ലേഖനം 11:27 വാക്യം വായിക്കുമ്പോൾ Hebrews chapter 11:27. അദർശ്യ ദൈവത്തെ കണ്ട് ഉറച്ചു നിന്നു. അവൻ അദർശ്യ ദൈവത്തെ കണ്ട് ഉറച്ചു നിന്നു. മോശ കൊട്ടാരത്തിലാണ് വളർന്നത്. അവൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നെങ്കിൽ തകരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്,
ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവൻ രാജാവിന്റെ അടുക്കൽ മോനെ പോലെ കരുതിയ അപ്പന്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ തകരുമായിരുന്നു. അവന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ അവന്റെ സഹോദരന്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ പറയുമായിരുന്നു, ഇവനെയാണോ ഞങ്ങൾക്ക് അവൻ നേതാവാക്കി വെച്ചിരിക്കുന്നത്? വേദോസ്തം പറയുന്നത് നമ്മൾ ഓടി, മരുഭൂമിയിലോടി ഓടി, മരുഭൂമിക്ക് അപ്പുറമുള്ള ഹോരേബോളം ചെന്നു. Hallelujah. Praise the Lord. വെളിപ്പെട്ട അദൃശ്യനായ ദൈവത്തെ കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നീ ആശ്രയിക്കുന്ന ചിലരിൽ ആശ്രയിച്ചാൽ നീ തകർന്നു പോകും. അവർ നിന്നെ കുറ്റം പറയും. പക്ഷെ അദൃശ്യനായ ദൈവം, നിന്നോട് അരുളപ്പാട് അറിയിക്കുന്ന ദൈവം ഈ മരുഭൂമിക്ക് അപ്പുറത്തുള്ള ഹോരേബിലുണ്ട്. കഷ്ടതയുടെ മരുഭൂമി, വേദനയുടെ മരുഭൂമി, യാതനയുടെ മരുഭൂമിക്ക് അപ്പുറം there is a Horeb. We are sought after this wilderness. Praise the Lord. There is a God, an invisible God, and you will hear the sound of invisible God, and you will see the vision. ആ ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചവരായി നമുക്ക് ഈ ദിവസം മുന്നോട്ട് പോകാം. വിശ്വാസ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥ കടന്നു വരുമ്പോൾ പകൽ നാം കേട്ടതുപോലെ മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമെന്നെങ്കിൽ ഹോരേബിൽ സംസാരിച്ചൊരു ദൈവം നിന്നോട് സംസാരിപ്പാനിടയായി. എന്താ അവൻ സംസാരിക്കുന്നത്? ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, കുഞ്ഞെ, താമസിക്കുകയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. അവൻ താമസിക്കുകയില്ല. എന്റെ കഷ്ടത മാറുവാൻ, എന്റെ പ്രേരണകളെ പ്രലോഭനങ്ങളെ മാറ്റി തരുവാൻ, എന്റെ മരുഭൂജീവിതത്തെ മാറ്റി തരുവാൻ ഒരുവൻ കടന്നു വരുന്നുണ്ട്. ഞാൻ അവൻ ആശ്രയിക്കുകയാ. അവൻ പിന്മാറുന്ന ദൈവമല്ല, അവൻ വിശ്വസ്തനായ ദൈവ. അവൻകിലേക്ക് ഞാൻ നോക്കുകയാ. കാരണം മറ്റൊന്നുമല്ല, യേശുവിലേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്ന യേശു ക്രിസ്തുവിലേക്ക്. അവൻ വിശ്വാസത്തിന്റെ നായകനായിരുന്നു. യെശയ്യാ 53 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആൾ രൂപമില്ലാത്തവൻ, രൂപഗുണമില്ലാത്തവൻ, നിന്ദിക്കപ്പെട്ടവൻ, അവൻ തകർക്കപ്പെട്ടവൻ, എന്റെ പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ടവൻ, നിന്ദിതനായിരുന്നു. അവൻ വിശ്വാസത്തിൽ വീരനായിരുന്നു. പെർഫെക്റ്റ് ഇൻ ദി ഓർഡർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ പൂർത്തീകരിച്ചവൻ. അവൻ മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവൻ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവൻ. യോഹന്നാൻ സുവിശേഷം 19 അധ്യായത്തിൽ കാണാൻ കഴിയും. അവൻ അവസാനം വിളിച്ചു പറഞ്ഞു, സകലതും നിവൃത്തിയായി. പൂർത്തീകരിച്ചൊരു ദൈവം. വഴിയിൽ ടച്ച് പോയതല്ല, കഷ്ടത വന്നപ്പോ പിന്മാറിപ്പോയതല്ല. പിതാവിനോട് യാചിച്ചു, കർത്താവേ കഴിയുമെങ്കിൽ പിതാവേ ഇതൊന്ന് മാറ്റിത്തര. ഇല്ല, നിന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചത് കൈകാലുകൾ തറയ്ക്കപ്പെട്ട്, ആടുകളെ തറയ്ക്കപ്പെട്ട്, തലയിൽ നിന്ന് വാർന്നാലിയായി ഒഴുകുമ്പോൾ, മുഖത്ത് തുപ്പലേറ്റപ്പോൾ അവൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി. പെർഫെക്റ്റ് ആൻഡ് ഓർഡർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. അവൻ പറഞ്ഞു, ആ ചിന്തപ്പെട്ട ശരീരത്തെയും രക്തത്തെ ഓർപ്പിക്കുന്ന ഈ തിരുമേശ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളെ ഇന്ന് ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും വെറുതെ വന്ന് എടുത്തച്ചു പോകരുത്. ഓ ജീസസ്, ഏതെങ്കിലും സ്വാധീനത്തിൽപ്പെട്ട് നീ സമ്പന്നത പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ, ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ നിൽക്കുന്നുവെങ്കിൽ, ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഓടിപ്പോകാനല്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൈ നീട്ടുന്നതിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്ക. വിശ്വാസത്തിൽ നായകനും പൂർത്തി വരുത്തിയവനായ ക്രിസ്തുവിലേക്ക്, അപ്പാ നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എല്ലാവരും കഴിഞ്ഞ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ.